നിങ്ങളൊരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യണ ഐഡിയയിലാണോ? ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ സെർച്ച് ചെയ്യുകയാണെങ്കിലും ഓഫ്ലൈൻ സെർച്ച് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് തൗസൻഡ്സ് ഓഫ് ചോയ്സസ് കിട്ടും. സോ അതിൽ നിന്ന് ഏത് ലാപ്ടോപ്പാണ് ബെസ്റ്റ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുക? സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊരു എക്സ്പേർട്ട് ആവും. നിങ്ങളുടെ ബഡ്ജറ്റ് എത്ര തന്നെ ആയിക്കോട്ടെ, ഇഫ് ഇറ്റ് ഇസ് 20,000, 30,000, 40,000, 50,000, 1 lakh ഓർ അബവ്, അപ്പോൾ ആ സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ലാപ്ടോപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. സോ ദാറ്റ് യു മേ മേക്ക് എ റൈറ്റ് ഡിസിഷൻ വൈൽ പർച്ചേസിങ് എ ലാപ്ടോപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചില മെയിൻ പോയിൻറ്റ്സിലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ അതിൻ്റെ പ്രൊസസ്സർ. ഇപ്പോൾ നിങ്ങൾ ഓൺലൈനൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും i3, i5, i7, i9 6th ജനറേഷൻ പ്രൊസസ്സർ എന്നൊക്കെ. ആക്ച്വലി വാട്ട് ഈസ് i3, i5, i7, i9 ആൻഡ് എന്താണ് ഇതിൽ തമ്മിൽ വ്യത്യാസം എന്ന് നമ്മൾ അറിയും. അതിനുശേഷം നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ റാം ടൈപ്പ്, ആൻഡ് ദെൻ മൂന്നാമത്തെ ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് ആണോ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് ആണോ, ആൻഡ് എന്താണ് ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സും ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സും തമ്മിലുള്ള ഡിഫറൻസ്, HDD ആണോ SSD ആണോ, അതായത് വാട്ട് ഈസ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആൻഡ് അതിന് തമ്മിലുള്ള ഡിഫറൻസ്. ആൻഡ് അതിനുശേഷം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലാപ്ടോപ്പിൽ ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ, ഓർ വിച്ച് ഈസ് ബെസ്റ്റ്. സോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളും കാണാം. ഓരോ ഇൻഫർമേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ് യു മേ പർച്ചേസ് ദ റൈറ്റ് ലാപ്ടോപ്പ് അണ്ടർ യുവർ ബഡ്ജറ്റ്. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ആദ്യം നമ്മുടെ ഫസ്റ്റ് മെയിൻ പോയിന്റിലേക്ക് കിടക്കാം, അതാണ് പ്രൊസസ്സർ. ഇപ്പോൾ പ്രൊസസ്സർ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എൻ്റെ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. സോ ഫോർ എക്സാമ്പിൾ അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ, ഒരു കാറിന് അതിൻ്റെ എൻജിൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ ഒരു കമ്പ്യൂട്ടറിന്, ഒരു ലാപ്ടോപ്പിന്, ഓർ ഈവൻ യുവർ സ്മാർട്ട് ഫോൺ, അതിൻ്റെ പ്രൊസസ്സർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങളൊരു കാർ പർച്ചേസ് ചെയ്തു, അതിൻ്റെ ലുക്സ് അടിപൊളിയായിട്ടുണ്ട്, പക്ഷേ എൻജിൻ വേസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ കാറും ഓട്ടോമാറ്റിക്കലി വേസ്റ്റ് ആവും. സോ അതേപോലെയാണ് നിങ്ങളൊരു സ്മാർട്ട് ഫോൺ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊസസ്സർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രൊസസ്സർ പവറും പെർഫോമൻസും തരുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓർ ലാപ്ടോപ്പ് ഇസ് വേസ്റ്റ്. സോ പ്രൊസസ്സർ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ ഒരു ലാപ്ടോപ്പ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ, ഓർ നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റിൽ ഒരു ലാപ്ടോപ്പ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കാണാം i3 processor, i5 processor, i7 processor, i9 processor, or we can say i3 8th generation processor, i5 8th generation processor, i7 10th generation processor എന്നൊക്കെ. സോ ആക്ച്വലി എന്താണ് ഈ i3, i5 or i7 തമ്മിലുള്ള ഡിഫറൻസ്, ആൻഡ് എന്താണ് ഈ ജനറേഷൻസ് 6th generation, 8th generation, 10th generation. സോ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഈ i3, i5, i7 or i9 ലേറ്റസ്റ്റ് പ്രൊസസ്സർ, ഇതൊക്കെ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ കോർ എന്താണെന്ന് അറിയണം. സോ വാട്ട് ഈസ് കോർ? ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡുവൽ കോർ പ്രൊസസ്സർ, ക്വാഡ് കോർ പ്രൊസസ്സർ, ഒക്ട കോർ പ്രൊസസ്സറിന്. ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇപ്പോൾ നിങ്ങളൊരു പേഴ്സൺ, ഇപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു വർക്ക് തരുന്നു, ആ വർക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ 8 മണിക്കൂർ ടൈം എടുക്കും. ഓക്കെ, ഇപ്പോൾ അതേ സമയത്ത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഫ്രണ്ടും ഉണ്ട്, അതായത് ഡുവൽ കോർ. ഇപ്പോൾ ആ വർക്ക് ചെയ്യാൻ നിങ്ങൾ 2 പേരാണ്. അപ്പോൾ അതേ സെയിം വർക്ക് ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ആ വർക്ക് പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യും. സോ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പോൾ വെറും 4 മണിക്കൂർ സമയം എടുക്കുകയുള്ളൂ. അപ്പോൾ അതേ സെയിം സമയത്ത് ഇപ്പോൾ നിങ്ങൾ 4 പേരുണ്ട്, ഞാൻ ആ സെയിം വർക്ക് നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ ആ വർക്കിനെ പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ ആ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ആ വർക്ക് ചെയ്യാൻ വെറും 2 മണിക്കൂർ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരാൾ ആ വർക്ക് ചെയ്യാൻ 8 മണിക്കൂർ എടുക്കുമ്പോൾ 4 പേരുണ്ടെങ്കിൽ ആ വർക്ക് 2 മണിക്കൂർ കഴിയും. അപ്പോൾ അതേ ഒക്ട കോർ, അതായത് 8 പേരുണ്ട്, അപ്പോൾ അതേ സെയിം വർക്ക് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇപ്പോൾ ആ വർക്ക് നിങ്ങൾ പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുമ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വരും 1 മണിക്കൂർ ടൈമേ എടുക്കുകയുള്ളൂ. സോ എത്ര സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ എത്ര നമ്പർ ഓഫ് കോഴ്സ് ഉണ്ടോ അത്ര ടൈം കൺസ്യൂമിങ് ആയിരിക്കും, അത്ര നിങ്ങളുടെ പ്രൊസസ്സറിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ഇത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് 20,000 to 35,000 ആണെങ്കിൽ അതിൽ i3 പ്രൊസസ്സർസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ആ i3 പ്രൊസസ്സർ എന്ന് വെച്ചാൽ ഡുവൽ കോറാണ്. i3 processors are dual core. ഇപ്പോൾ നിങ്ങളുടെ i3 പ്രൊസസ്സേഴ്സൊക്കെ നമ്മുടെ നോർമൽ ഡെയിലി ടാസ്ക്സിനൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ മൂവീസിനാണെങ്കിലും ഫോട്ടോ സ്റ്റോറി ആണെങ്കിലും ബേസിക് കോഡിങ്ങിനാണെങ്കിലും നിങ്ങളുടെ ഓഫീസ് വർക്ക്, PPTs, മൂവീസ് കാണാൻ, ഇപ്പോൾ ഇങ്ങനത്തെ പർപ്പസിനൊക്കെ ഈ i3 പ്രൊസസ്സേഴ്സിനെ യൂസ് ചെയ്യാം. സോ ഞാൻ സിമ്പിളായി പറയുകയാണെങ്കിൽ i3 പ്രൊസസ്സേഴ്സ് ഉള്ള ലാപ്ടോപ്പ് ഓർ കമ്പ്യൂട്ടേഴ്സ് അതിനെ ഹെവി ടാസ്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ അതിൽ എക്സ്ട്രീം ഗെയിമിങ്, വീഡിയോ എഡിറ്റിംഗ് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് മൂവീസ് കാണുക, PPT ഉണ്ടാക്കുക, ഓഫീസ് വർക്ക് ഉണ്ടാക്കുക, ബേസിക് കോഡിങ്, ഫോട്ടോ സ്റ്റോർ ചെയ്യാൻ, നമ്മുടെ ഡെയിലി ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സഫീഷ്യൻ്റ് ആണ്. പിന്നെ i3 പ്രോസസ്സേഴ്സ് i5 പ്രോസസ്സേഴ്സും i7 പ്രോസസ്സേഴ്സിനെക്കാളും ഒക്കെ ചീപ്പാണ്. പിന്നെ നെക്സ്റ്റ് i5 പ്രോസസ്സേഴ്സ് 12 കോറിലും അവൈലബിൾ ആണ്, ക്വാഡ് കോറിലും അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങളൊരു ഹെവി ആപ്സ് ഒക്കെ യൂസ് ചെയ്യാണ്, ഇപ്പോൾ ഒരു ഹെവി സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഗോ വിത്ത് i5 പ്രോസസ്സേഴ്സ്. ആൻഡ് i5 പ്രോസസ്സറിൽ നിങ്ങൾ ബേസിക് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാം, ലൈറ്റ് ഗെയിമിംഗ് ചെയ്യാം. ആൻഡ് i5 പ്രോസസ്സേഴ്സ് ഉള്ള ലാപ്ടോപ്പ് i3 പ്രോസസ്സറുള്ള ലാപ്ടോപ്സിനെക്കാളും ബെറ്റർ ആണ് ആൻഡ് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. ഞാൻ അടുത്തത് i7 പ്രോസസ്സർ 4 to 6 കോർ പ്രോസസ്സറാണ്. ആൻഡ് അതിന് ശേഷം i9 പ്രോസസ്സർ 6 to 8 കോർ പ്രോസസ്സറാണ്. ഇതൊരു ഹെവി പ്രോസസ്സേഴ്സാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹെവി സോഫ്റ്റ്വെയർസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. ആൻഡ് അതേപോലെ ഇതിൻ്റെ പ്രൈസും ഒരുപാട് ഹൈ ആണ്. i7 i9 പ്രോസസ്സേഴ്സ് ഉള്ള ലാപ്ടോപ്സ് വെരി എക്സ്പെൻസീവ് ദാൻ i3 ആൻഡ് i5 പ്രോസസ്സേഴ്സ്. ആൻഡ് i7 ആൻഡ് i9 പ്രോസസ്സറിൽ നമ്മൾ 4K വീഡിയോ എഡിറ്റിംഗ് വരെ ചെയ്യാം. ഇനി നെക്സ്റ്റ് ജനറേഷൻ, ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും i5 6th ജനറേഷൻ, i5 8th ജനറേഷൻ. സോ ഈ i5 8th ജനറേഷൻ ഈ i5 6th ജനറേഷനേക്കാളും കുറച്ച് ഇംപ്രൂവ്ഡ് വെർഷൻ ആയിരിക്കും, കുറച്ച് അഡ്വാൻസ്ഡ് വെർഷൻ ആയിരിക്കും. ഇതിൽ കുറച്ചും കൂടി പവർ ഉണ്ടാവും, ഇതിൻ്റെ പെർഫോമൻസും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കമ്പയർ ടു ദ ഓൾഡർ ജനറേഷൻ. നിങ്ങൾക്ക് പ്രോസസ്സർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, ഈ കോർ സിസ്റ്റം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ നിങ്ങളുടെ യൂസേജിനനുസരിച്ച് നിങ്ങൾ ഏത് പ്രോസസ്സറാണ് സെലക്ട് ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് മൂവിങ് ഓൺ ടു ദ നമ്പർ 2, ഇറ്റ്സ് റാം. റാം എന്ന് വെച്ചാൽ റാൻഡം ആക്സസ് മെമ്മറി. അതായത് ഇപ്പോൾ നിങ്ങളൊരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ റാം ടൈപ്പ് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു LPDDR4X റാം ആണോ അതോ LPDDR3 റാം ആണോ എന്ന്. സോ LPDDR4 റാം കമ്പാരിറ്റീവ്ലി LPDDR3 റാമിനേക്കാളും കുറച്ച് പവർ കൂടുതലായിരിക്കും, പെർഫോമൻസ് കൂടുതലായിരിക്കും, റാം മാനേജ്മെൻറ്റ് പ്രോപ്പർ ആയിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ റാം സൈസും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ i3 പ്രോസസ്സേഴ്സുള്ള ലാപ്ടോപ്പ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് നോർമലി 4 GB റാം കിട്ടും. ആൻഡ് i5 പ്രോസസ്സറുള്ള കമ്പ്യൂട്ടറിൽ യു വിൽ ഗെറ്റ് 8 GB റാം. ആൻഡ് i7 ആൻഡ് i9 പ്രോസസ്സറുള്ള കമ്പ്യൂട്ടറിൽ യു റിക്വയർ 16 to 32 GB ഓഫ് റാം. ഇപ്പോൾ മൂവിങ് ഓൺ ടു ദ നമ്പർ 3, ഇപ്പോൾ നിങ്ങൾ ഗെയിമിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യണത്, അല്ലെങ്കിൽ ഹൈ വീഡിയോ എഡിറ്റിംഗ് പർപ്പസിനാണ് ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അതാണ് അതിൻ്റെ ഗ്രാഫിക് കാർഡ്. ഇപ്പോൾ ആ ലാപ്ടോപ്പിൽ ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് ആണോ അതോ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് ആണോ എന്ന്. ഇപ്പോൾ ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എന്തെന്നെ ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ഒരു പേജ് ഓപ്പൺ ചെയ്യാണ്, വാട്ട് എവർ യു സീ ഇൻ യുവർ കമ്പ്യൂട്ടർ ഈസ് പോസിബിൾ വിത്ത് ദ ഗ്രാഫിക്സ്. ഇപ്പോൾ നിങ്ങൾ ഗെയിമിംഗ്, വീഡിയോ എഡിറ്റിംഗ് അതിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗ്രാഫിക്സ് റിക്വയർ ആവും. സോ ആ കേസിൽ നിങ്ങളുടെ സിസ്റ്റമിൽ ഒരു ഗ്രാഫിക് കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സും കിട്ടും, ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സും കിട്ടും. ഇപ്പോൾ ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സും ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റമിൽ 2 GB ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ പ്രോസസ്സർ ആ റാമിൽ നിന്ന് 2 GB ഗ്രാഫിക് കാർഡായിട്ട് യൂസ് ചെയ്യും. അതേ സമയത്ത് നിങ്ങളുടെ സിസ്റ്റമിൽ 2 GB ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ റാം പോകെ 2 GB സെപ്പറേറ്റ് ഗ്രാഫിക്കായിട്ട് ഓൾറെഡി ഉണ്ടാവും. സോ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് ഇസ് മോർ പവർഫുൾ ദാൻ ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ്. സോ നിങ്ങളൊരു ഗെയിമിംഗ് പർപ്പസ്, ഹെവി ഗെയിമിംഗ് പർപ്പസ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് പർപ്പസിനാണ് ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ go with dedicated graphics. What is the difference between HDD and SSD? HDD എന്ന് വെച്ചാൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, SSD എന്ന് വെച്ചാൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ഹാർഡ് ഡിസ്കിൽ ഒരു റൊട്ടേറ്റിംഗ് പാർട്ട് ഉണ്ടാവും, ബട്ട് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവിൽ ഒരു റൊട്ടേറ്റിംഗ് പാർട്ടും ഉണ്ടാവില്ല. ആൻഡ് ഹാർഡ് ഡിസ്ക് ഡ്രൈവിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡിനേക്കാളും SSDയുടെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വളരെ അധികമാണ്. സോ നിങ്ങളുടെ സ്റ്റോറേജ് മാനേജ്മെൻറ്റ് ഒരുപാട് ഫാസ്റ്റ് ആയിരിക്കും, നിങ്ങളുടെ ബൂട്ടിംഗ് സ്പീഡ് ഒരുപാട് ഫാസ്റ്റ് ആയിരിക്കും. ബട്ട് അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 40,000 rupees 1 TB ഹാർഡ് ഡിസ്ക് ലഭിക്കുമെങ്കിൽ അതേ സെയിം പ്രൈസിൽ വെറും 128 GB ഓഫ് SSDയെ അവൈലബിൾ ആയിരിക്കുള്ളൂ. സോ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറേജ് ഇൻറ്റൻസീവ് വർക്കാണെങ്കിൽ യു ഷുഡ് ഗോ വിത്ത് HDD. അതേ സെയിം സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വിക്ക്, ഒരു പെർഫോമൻസ് റിലേറ്റഡ് കമ്പ്യൂട്ടറാണ് ആവശ്യമെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ വിത്ത് SSD. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓർ ലാപ്ടോപ്പിൽ
ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണോ യൂസ് ചെയ്തിരിക്കുന്നത് അതോ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇപ്പോൾ നിങ്ങൾ ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണെന്ന് നോക്കുകയാണെങ്കിൽ അത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനേക്കാളും കുറച്ച് ചീപ്പായിട്ടേ കിട്ടും, സെയിം സ്പെസിഫിക്കേഷൻസോടെ, ബട്ട് 2,000 to 3,000 rupees ലെസ്. ഡോസ് ഓപ്പറേറ്റിംഗും വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതിൻ്റെ ഇൻ്റർഫേസ് ഒരു ബ്ലൂ കളർ ഇൻ്റർഫേസ് ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് ആൻ യൂസർ ഫ്രണ്ട്ലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഇൻ കേസ് നിങ്ങളൊരു ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു അഡീഷണലി ഇൻസ്റ്റാൾ വിൻഡോസ് ഓൺ ഇറ്റ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു GUI ആണ്, അതായത് ഗ്രാഫിക് യൂസർ ഇൻ്റർഫേസ്. സോ അത് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു യൂസ് കമ്പാരിറ്റീവ്ലി വിത്ത് ഡോസ്. സോ നിങ്ങളൊരു ഡോസ് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്ത് അതിൽ അഡീഷണൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനേക്കാളും ഡയറക്റ്റായിട്ട് ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യണതാണ് നല്ലത്. ഐ ഹോപ്പ് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും ആൻഡ് ആവശ്യമുള്ളതെല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ടാവും. സോ ആഫ്റ്റർ ദിസ് യു ക്യാൻ ഗോ ആൻഡ് പർച്ചേസ് ദ ബെസ്റ്റ് ലാപ്ടോപ്പ് ഫോർ യു അണ്ടർ യുവർ ബഡ്ജറ്റ്. ആൻഡ് വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ ആൻഡ് മേക്ക് ഷുവർ ടു ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ സോ ദാറ്റ് ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കും. And don't forget to hit the bell icon. So meet you at a next interesting and informative video. Till that, take care and bye. Jai Hind.